നമസ്കാരം. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ച് സംസാരിക്കാനാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിലെ ഒരു ഒപ്പനയുടെ വീഡിയോ. ആ ഒപ്പന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് മോലസപ്പെട്ട് പൊഴിഞ്ഞാടേണ്ട ഒരു വീഡിയോ. അപ്പോൾ ആ കുട്ടി വീണിട്ടും മറ്റുള്ള കുട്ടികളൊക്കെ കളി തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികളെയാണ് എല്ലാവരും പഴിചാരുന്നത്. നമ്മൾ കാണുന്ന ആ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് കുട്ടികളെയാണ് പറയുന്നത്. കുട്ടികൾ ആ കളി നിർത്തിയിട്ട് അവരെ നോക്കിയില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് എല്ലാവരും പറയുന്നത്. അല്ല, കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് ഒരു പറയാനുള്ളത്, ആ കുട്ടികളല്ല ഞാൻ തെറ്റ് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടികൾ ഏത് സ്കൂളിനെയാണോ പ്രതിനിധാനം ചെയ്യേണ്ടത് ആ സ്കൂളിനെ അല്ലെങ്കിൽ ആ ജില്ലനെ അവരൊക്കെ ഈ കുട്ടികൾ അങ്ങനെ കളി നിർത്തി അവർക്ക് ഗ്രേഡ് നഷ്ടപ്പെടുകയാണെന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഓർക്ക് ആ കുട്ടികളെല്ലാവരും പഴിചാരും. കാരണം അവർ ആ കളി നിർത്തിയ പേരിൽ ശരിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പേരിൽ പോയിൻ്റ് പോയി കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ആവും. കാരണം എല്ലാവരും അവരെ കുറ്റം പറയും. പക്ഷെ ഞാൻ അവരൊന്നുമല്ല കുറ്റം പറയുന്നത്. അവരെ മുന്നിൽ ഇതൊക്കെ അറിയേണ്ട ഇതിൻ്റെ ജഡ്ജിങ് പാനൽ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് അത് ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കിയതിന് ശേഷം പിന്നീട് ആ കളി രണ്ടാമത് എടുക്കേണ്ടതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ആ കളി നിർത്തിക്കഴിഞ്ഞാൽ, കാരണം അവരെ പോയിൻറ്റോ അവരെ ഗ്രേഡോ അല്ലെങ്കിൽ അവരെ സ്കൂളിന് വരേണ്ട ഗ്രേഡ് അവരെ കൊണ്ട് പോവുക എന്നുള്ളത് അവർക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവരെ ഗ്രേഡാണ് അവർ ബേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മുന്നിൽ ഈ ഗ്രേഡ് ഇട്ട് കൊടുക്കേണ്ട ആളുകളുണ്ടല്ലോ, അവർക്കിത് കാണുമ്പോൾ ശരിക്ക് മനുഷ്യത്വം എന്നുള്ള സംഭവം ആ കുട്ടിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. കാരണം അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കേണ്ട ഇഷ്ടം പോലെ വീഡിയോകളും ഇഷ്ടം പോലെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കേണ്ട സംഭവമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മനുഷ്യത്വം ആ മുന്നിലുള്ള ആളുകൾക്ക് മനുഷ്യത്വം തീരെ ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ യുവജനോത്സവത്തിനും ഇതേപോലെ ഒപ്പന കുട്ടിൻ്റെ കയ്യിലെ വള പൊട്ടിയിട്ട് ചോര ഒലിച്ച് ഒപ്പന കൊട്ടുമുണ്ട്. ആ ഒപ്പന കഴിയേണ്ട വരെ ആ ചോര ഒലിച്ചിട്ടാണ് ആ കുട്ടികൾ ഒപ്പന കൊട്ടിയത്. അപ്പം അതൊക്കെ ഒരു പരിധി വരെ ഓക്കെ, അവരെ ഗ്രേഡും അവരെ പോയിന്റുകളും ഒക്കെ ബേസ് ചെയ്ത്. പക്ഷെ അതിൽ മരണമൊന്നും സംഭവിക്കില്ല. ഇതിലങ്ങനല്ല. ഇത് ആർക്കും അറിയാൻ കഴിയില്ല എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം ആ കുട്ടിയാണ് വീണ്, ആ കുട്ടി പെടിയാണ്. അപ്പോഴും ഈ കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴും പെടിയാണ്. ഇതിൻ്റെ മുന്നിൽ ഈ ജഡ്ജിങ് 3-4 ആളുകൾ ടേബിൾ ഇട്ടുകാണ്ട് ഇരിക്കുന്നുണ്ടല്ലോ, അവർക്കിത് കാണാമല്ലോ. ഒരു മനുഷ്യത്വം അവരെ മുന്നിൽ എന്ത് മനുഷ്യത്വം ഉള്ളത്? അവർക്കിത് സ്റ്റോപ്പ് ചെയ്ത് കണ്ട് രണ്ടാമത് നടത്താനും ആ കുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഫസ്റ്റ് എയ്ഡ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതും അവർക്ക് നല്ലോണം അറിയാമല്ലോ. അപ്പം അവരല്ല ശരിക്ക് തെറ്റുകാർ, അവർക്കല്ല ശരിക്ക് മനുഷ്യത്വം മരവിച്ച് ഇരിക്കേണ്ടത് അവർക്കല്ലേ. ഈ ജഡ്ജ് ചെയ്യേണ്ട അവരെ കുട്ടികളാണ് ഈ വീണത് വെച്ചെങ്കിൽ അവരങ്ങനെയാണോ ചെയ്യുക? അപ്പം ശരിക്കും അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയല്ല വേണ്ടിയത്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തേണ്ടതിന് ഇതുപോലുള്ള ഒരു മനുഷ്യത്വരഹിതമായ ഈ പരിപാടികൾ നടത്തേണ്ടതിന് അതിന് കടുത്ത നടപടിയല്ല സ്വീകരിക്കേണ്ടത്. ഇതൊന്നും ഒരിക്കലും ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിനെ ആ ജഡ്ജിങ്ങിന് ഇരിക്കേണ്ട ആളുകൾ ഇനി ഇങ്ങനെ ഒരു പരിപാടി എവിടെയും അവരെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല.